ഈ ഓണത്തിൽ സന്തോഷം നിറയട്ടെ ചാക്സൺ പ്രഷർ കുക്കറിനൊപ്പം 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. 4 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ഓരോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോഴും ഒരു 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ചിരി നിറച്ച സ്കിറ്റുമായിട്ടൊരു ടീം വരുന്നുണ്ട്. കോംബോ നല്ല വെറൈറ്റി ആണ് കേട്ടോണേ. നമ്മുടെ ടീം പത്തനംതിട്ടയില് ഹരിച്ചേട്ടനുണ്ട്, സുജിതേട്ടനുണ്ട്, പിന്നെ ഒപ്പം നമ്മുടെ വിഷ്ണു പെണ്ണുകര. 3 പേരും നമുക്ക് നല്ലൊരു കൈഡി കൊടുത്ത് വേദിയിലേക്ക് സ്വാഗതം. വേറെ അറിയാമോ ഞാനിവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുവല്ലയോ, നിങ്ങൾ ചുമ്മാ നിൽക്കുവല്ലയോ, നിങ്ങൾക്ക് അങ്ങ് മറിയരുതോ? അതല്ല ഞാൻ ചോദിച്ചത്, ഇതിന്റെ പേരാ ഞാൻ വിളിച്ചത്, മറിയാമോന്നോ? എന്താ എന്തുവാന്നൊന്ന് പറയാമോ? പറയട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതൊന്ന് പറയാമോ? എന്റെ അടുത്ത് നീ എന്തിനാ ചൂടാകുന്നത്? എന്റെ അടുത്ത് നീ ചൂടാകരുത്. ഇപ്പം മനസ്സിലിപ്പം 19 വയസ്സായപ്പോഴേ നിങ്ങൾക്ക് ഇനി ഇപ്പൊ അതില്ലെന്ന് പറയുന്നത്. എന്തോ ഇല്ലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞ മസിലില്ലല്ലോ. മസിലില്ലെന്നല്ല, പറയാൻ മനസ്സിലല്ലോ. എന്റെ അച്ഛനാ എന്നെ വിളിച്ച. എന്റെ അച്ഛനാ അങ്ങനെ തഞ്ചത്തിൽ സമാധാനമായിട്ട് ചോദിക്കാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. എന്നെ അതിനെ വിളിച്ചത്. എന്റെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് അച്ചായൻ എന്നോട് എന്ന് ചോദിക്കുമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അതായത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മരിച്ചുപോയ കുഞ്ഞുപ്പിച്ചാനുണ്ടല്ലോ, പുള്ളിക്കാരന്റെ അതേ ചായ നിങ്ങൾക്ക് നാട്ടുകാർ അതല്ല പറഞ്ഞത്. രാവിലെ ഞാൻ ഇട്ട് തന്ന ചായ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ചായയായിരുന്നു. ഞാനൊക്കെ വാട്ടവെള്ളമായിരിക്കും. ഇനിയും ഒരു ഇറ്റ് വെള്ളം പോലും എന്റെ കൈ കൊണ്ട് നീ കുടിക്കത്തില്ല. വെള്ളം തരത്തില്ല നിങ്ങള്. വെള്ളം തന്നില്ല, എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് വെള്ളം തരായിരുന്നു കേട്ടോ. വെള്ളം തരുന്നില്ല. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ കേട്ടോ. ഒന്നും പറയിപ്പിക്കരുത്. പിന്നെ ഒരു സാധനം വെച്ചാ ഈ വീട്ടിൽ കാണത്തില്ല. എന്താ കണ്ടില്ലെന്താ ഈ പറയുന്നത്? ഇന്ത്യയുടെ പത്രം. പത്രമോ? അതല്ലേ മേശപ്പുറത്തിരിക്കുന്നത്? അത് പറയണം. മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അവിടെ ഇവിടെ എടുത്ത് വായില്ല. അയ്യോ അയ്യോ അയ്യോ, കാഴ്ചയില്ല കാഴ്ചയില്ല കാഴ്ചയില്ല. ഏതാഴ്ചയിലെന്താ പറയുക? ഈ ആഴ്ച എനിക്ക് എന്റെ കണ്ണിന് കാഴ്ചയില്ല. കണ്ണാടി എടുത്ത് വെക്കും. മനസ്സിലാക്കോട്ടെ. കണ്ണാടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ദൂരെ മാറി നിൽക്കുക. കണ്ണാടി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താ ഒരു കഷ്ടമാന്ന് പറ. നീ എത്ര എണ്ണം വിട്ടു? കാറ് കടയിൽ കറി, 2 പേർക്ക് പരിപ്പ്. ഭർത്താവ് ഇത് എന്നാ വർത്താനോ ഈ പറഞ്ഞ് പറയുന്നത്? എന്താ ഈ പത്രത്തിൽ എഴുതി വെച്ചേക്കാ വായിക്കുന്നത്? അതൊക്കെ എന്നെ എഴുതി വെച്ചിട്ട് വായിച്ചോ നോക്കാം കേട്ടോ. ആഹാ, നിയന്ത്രണം വിട്ട് കാറ് കടയിൽ കയറി 2 പേർക്ക് പരിക്ക്. അതാ ഞാൻ പറഞ്ഞ നീ കണ്ണാടി മാറ്റണം മാറ്റണം എന്നോട് പറഞ്ഞിട്ട് നീ കേട്ടോ. കൊള്ളാണ്. എത്ത വേണോ? കാര്യം പറയുന്നതാണോ? തത്തയല്ല, മെത്ത. മെത്ത വേണ്ട, പൊക്കോ. താഴോട്ട് വീടല്ലോ. താഴോട്ട് വീടില്ല. ഇതിന്റെ അടിയില് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. താഴോട്ട് വീടില്ല. സട്ടി വേണോ? സട്ടി ഇലാസ്റ്റിക് ഉള്ളതാണോ? മീൻകറി വെക്കുന്നതൊക്കെ സട്ടി വേണമാ? വേണ്ട, മീൻകറി വെക്കുന്ന ചട്ടി വേണ്ട. ചേട്ടാ മേളോട്ട് വീട് എന്റെ പല്ലയിന് മുകളിൽ വേണ്ട കേട്ടോ. ഓടിട്ടേക്കോ, അവിടോട്ട് വീടില്ല. ഒറ്റ മുമ്പേ താഴോട്ട് വീടുണ്ടോ? ഇപ്പൊ ചോദിക്കാം മുകളിലോട്ട് വീടുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവിടെ നിൽക്കണോ? അതാ ഞാൻ എനിക്ക് അടുക്കള ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്നാത്? മേരിക്കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അവളുള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. അതെന്നാ വർത്താനം പറയുന്നത്? അതെന്നാ വർത്താനം? മേരിക്കുട്ടി എന്നാ തെറ്റ് ചെയ്യുന്ന അച്ഛൻ ഈ പറയുന്നത്? ഇവിടെ ചെയ്തിട്ടുള്ളൂ. അവളുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ താമസിക്കത്തില്ല. മേരിക്കുട്ടി ഒരു തെറ്റ് ചെയ്തില്ല. തോമസ് കുട്ടി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അവളെ ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും. ഉമ്മയും ചോദിച്ചോണ്ട് വരിക. അതിന്റെ സിമ്പിൾ ഇതാണോ? അതിന്റെ രീതി കാണിക്കണം. തിരിച്ചാൽ ഞാനും കട അങ്ങനെ കാണിച്ചായിരുന്നെങ്കിൽ ഇവിടെ എന്തോ നടക്കുന്നത്. കൂടുതലൊന്നും പറഞ്ഞ് നീ ഒഴിയണ്ട കേട്ടോ. മേരിക്കുട്ടി ഈ വീട്ടിൽ ഞാൻ ഇപ്പൊ ഒഴിവാക്കും. മേരിക്കുട്ടി ഈ വീട്ടിൽ വേണ്ട. തോമസ് കുട്ടി ഈ വീട്ടിൽ വേണ്ട. ഈ വീട്ടിൽ വേണ്ട. എനിക്കറിയാം കാണിച്ചത്. ഇവിടെ വന്ന് കിടന്ന ഈ വീട്ടിൽ വേണ്ട. ഈ വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ എന്നെ ഇവിടെ വേണ്ട. നിന്റെ മുട്ടയും വേണ്ട, ഒരു കുന്തോ വേണ്ട. അത്രേ ഉള്ളു കാര്യം. അത്ര മേടിക്ക. അയ്യടാ, അങ്ങനെ അങ്ങ് എടുക്കാനാകല്ലേ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാ. മനസ്സിലായി? ഞാൻ പോക്കട്ടെ. പോകരുത്. എന്നോട് കാര്യം പറയാനുണ്ട്. എന്നാ? പിള്ളേരെ വിളിച്ചായിരുന്നു 2 പിള്ളേർ രാവിലെ വിളിച്ചായിരുന്നല്ലോ. പിള്ളേരെ വിളിച്ചോ. പിന്നെ ഗുളിയെ മരുന്ന് ഒക്കെ കൊണ്ടുവന്ന് വെക്കണം ഇവിടെ ഡെസ്കിന്റെ പുറത്ത്. അതുപോലെ ആടിന് വെള്ളം കൊടുക്കണം, തീറ്റി എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ നീ കൊടുക്കണം. ഞാൻ തീറ്റി കൊടുത്തേച്ച് വരാം. പിന്നെ അച്ഛാ, ഞാൻ തീറ്റി കൊടുത്തിട്ട് വരുമ്പോ അച്ഛൻ ഇവിടെ തൂത്തൊന്ന് വൃത്തിയാക്കി വെക്കാം ചൂലെടുത്ത് കേട്ടോ. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അല്ല, ഞാനും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന പേടിയാ. എന്നാ എനിക്ക് പോരെ.
ഹലോ വിഷ്ണു ആ. പെണ്ണുക്കരയില്ലയോ? ആന്നു പറഞ്ഞു. മോനെ ആടാ എങ്ങനാ നീ പറഞ്ഞ എങ്ങനാ സെറ്റപ്പ് എങ്ങനാ? അണ്ണൻ അവിടെ ചെന്നോ? ഞാൻ വീണ്ടും പഠിക്ക് വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ രണ്ടുപേരെ കറക്കി കുപ്പിയിലാക്കണം. ആ വസ്തു നീ പറഞ്ഞത് ഇപ്പൊ 2 വർഷം കഴിഞ്ഞ ഉടനെ ഈ വസ്തുവിനകത്തൂടെ മെട്രോ, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ എല്ലാം വരുന്ന ഈ വസ്തുവിനകത്ത്. ഈ വസ്തുവിനകത്ത് അപ്പൊ ഈ പ്രായമുള്ള 2 പേരെ പറഞ്ഞ് പറ്റിച്ച് ഈ വസ്തു കൈക്കലാക്കണം. അത്രയല്ലേ ഉള്ളൂ. ആ പണി ഞാൻ ഏറ്റു. പൈസ വല്ലതും വേണോ? ചിലപ്പോ വേണ്ടി വരും. പൈസ വേണ്ടി വന്നാൽ നീ ഒന്ന് ഇട്ടേക്കണേ. ജീപേ ചെയ്തേക്കാം. അപ്പൊ ആ ജീപ്പ് കൂലി നീ കൊടുക്കണം. ഗൂഗിൾ പേ ചെയ്തേക്കാം. ഓ ജീപ്പി. ഓ അപ്പൊ അത് നീ കൊടുക്കണം. ഞാൻ പറയുമ്പോ ഇട്ടാ മതി. എടാ ഞാനൊരു കണ്ണാടി വെച്ചിട്ടുണ്ടോ? വൃത്തിയായിട്ടുണ്ടോടാ? നീ പാന്റ് ഉടുപ്പ് കിട്ടോണ്ടാണോ പോയേക്കുന്നത്? വേറെ സുരേഷിന്റെ പാന്റും രമേശിന്റെ ഷർട്ടും. അവർക്ക് ഡൗട്ട് ഒന്നും അടിക്കരുത് കേട്ടോ. പാന്റ് ഉരിപ്പോ നോക്കിക്കോണേ. അത് ഞാൻ പിടിച്ചോളാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലേ ഞാനെന്നാ വീട്ടിലോട്ട് കയറി ചെല്ലട്ടെ. ഞാൻ നോക്കണം ഇവിടെ ആരും ഉണ്ടോ നോക്കണം ആദ്യം. ഓരോ ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണം. ഇതെന്തെടുക്ക? അതെ, എന്റെ ഭാര്യ ഒരു കർക്കശക്കാരിയാ. അവള് കർക്കശക്കാരി? അതേത് ജില്ല? അത് കർക്കശ ജില്ല. പാലക്കാരി, കോട്ടയംകാരി അങ്ങനെ കേട്ടുണ്ട്. എന്നെ പോലെ ജില്ലയല്ല, അവള് ഒരു നിർബന്ധക്കാരിയാണ്. അവൾ എന്നോട് പറഞ്ഞത് ചൂലെടുത്ത് തൂത്ത് വൃത്തിയാക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ചൂലെടുത്ത് ഇവിടെ തൂത്ത് വൃത്തിയാക്കാനായിരിക്കും പറഞ്ഞത്. അതോ? എന്റെ പട്ടിയായിരിക്കും അങ്ങനെ. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ആരാ? കുട്ടി. അന്നേന്റെ കാര്യം എന്തുവായിരുന്നു? അച്ഛാ സത്യം പറഞ്ഞ ഞാൻ ഇവിടെ വന്നതല്ല. പക്ഷെ എനിക്കുണ്ടല്ലോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് പോലെ അങ്ങ് തോന്നുക. അതല്ലെന്ന്. ഇവിടെ വന്നാലെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീട്ടിൽ വന്നതാ. എന്നാ പിന്നെ അങ്ങോട്ട് പോകരുതോ? അതല്ല, അവിടെ ചെന്നപ്പോ ആളില്ല. ഞാൻ ഇരിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഇരിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇരുന്നോട്ടെ. അച്ഛാ ഇവിടുത്തെ താമസം ഭയങ്കര മോശമാണല്ലോ. ഭയങ്കര മോശമാണ് ഇവിടുത്തെ. ഞാനിവിടെ ജോയിയുടെ അവിടെ, ഡോക്ടർ ജോയിയുടെ അവിടെ. അയ്യോ, അവിടെ ആരുമില്ല. അവിടെ അവര് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട് പോകാൻ? അതാ ഞാൻ ചോദിച്ചു. ഒരു അരിമുക്കം പോലും ഇല്ല. അപ്പൊ ഞാന് സത്യം പറഞ്ഞ അവിടെ വന്നപ്പോഴേ എനിക്ക് ദാഹിച്ചു. അപ്പൊ തുള്ളി വെള്ളം കുടിക്കാൻ നോക്കുമ്പോ ഒരു വീടുമില്ല. കേക്കത്തില്ല. തുള്ളി വെള്ളം കൊണ്ട് വാങ്ങിക്കോ. കൊണ്ടുവരുവാ. എന്നിട്ട് മനസ്സിലായി. വെള്ളം തുള്ളി കൊണ്ടുവന്ന പിന്നെ വെള്ളം കാണുമോ? തുള്ളി കൊണ്ടുവരാനല്ല പറഞ്ഞത്. തുള്ളി വെള്ളം കുടിക്കാൻ അണ്ണാക്കിലോട്ട് ഇറക്കാൻ കൊണ്ടുവരാനാ പറഞ്ഞത്. പറയേണ്ടത് പോലെ പറയണം. അല്ല പറയുന്ന പോലെ എന്തോ തേങ്ങയാ പറഞ്ഞു. വെള്ളം എടുക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. വെള്ളം പോയി. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാമർ വെച്ചുള്ള സംസാരം ഇവിടെ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞോട്ടോ. എനിക്കൊരു അവസരം തരാമോ? എന്തുവാ? ഞാൻ പറഞ്ഞതേ, ഞാൻ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഈ നിങ്ങളെ കിടപ്പ് കണ്ടത് സത്യം പറഞ്ഞാൽ അമ്മോട്ടെ കരയാതെ. അല്ല നീ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു സത്യം പറഞ്ഞ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നു? ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടോ? ഹോസ്പിറ്റലുണ്ട്. ഞങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? രഘുവിന്റെ ഓട്ടോ വിളിച്ചാ പോകുന്നത്. രഘുവിന്റെ ഓട്ടോ കൊടുക്കുമോ? അല്ല കൊടുപ്പിക്കും. അത് ശരി. അപ്പം ഞങ്ങൾ എത്തിച്ചെയ്യണമെന്നാ പറഞ്ഞ. ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടോ? വന്നേ. എന്നാ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ അടുത്ത? ഇവിടെ ഹോസ്പിറ്റൽ ആശുപത്രി അല്ലേ ഉള്ളതാ? അതാ പറഞ്ഞ ആശുപത്രി ഉണ്ടോ ഇവിടെ? ആശുപത്രി ഇവിടെ ഇല്ല. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെ പോണം ആശുപത്രി പോകണമെങ്കിൽ. അങ്ങനെ പോയിനെ. ഞാൻ സുരേന്ദ്രന്റെ വണ്ടിയും വിളിച്ചോണ്ടാ പോയത്. സുരേന്ദ്രന്റെ ഓട്ടോ വിളിക്കാൻ ഞാൻ അറിയാതെ ആശുപത്രി പോയി. എനിക്ക് പിന്നെ ശ്വാസമുട്ടിന് വന്ന പിന്നെ സുരേന്ദ്രൻ വിളിച്ചിട്ട് ശ്വാസമുട്ടുള്ള എന്നെ അറിയിക്കാതെ സുരേന്ദ്രന്റെ ഓട്ടോ വിളിച്ചോണ്ട് ആശുപത്രി പോയേക്കാം. എനിക്ക് പിന്നെ പോകണ്ട. എനിക്ക് ആശുപത്രി ഇയാളെ കൊണ്ടുപോയത്. ആശുപത്രി അല്ല. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പച്ച നിങ്ങൾക്ക് ഒരു ആവശ്യം ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല. പണ്ട് നിങ്ങളുടെ അച്ഛൻ തേങ്ങാ പൊട്ടിച്ചെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ഇതേ വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. എനിക്ക് നീ ഒന്നും കയറാമോ അങ്ങോട്ട്? നിന്റെ ആങ്ങളെ നിന്റെ താന്തായി കൂടെ അടി എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റത് അത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല കേട്ടോ. പോലീസ് സ്റ്റേഷൻ ഇല്ല. ഓക്കെ അച്ഛൻ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു സ്കൂളുണ്ടോ? ഇവിടെ ഒരു സ്കൂളുണ്ടോ? ഇവിടെ സ്കൂളില്ലാത്തോണ്ടാ നിങ്ങൾക്ക് പത്രം വായിക്കാൻ ഞാനേ 2ാം ക്ലാസ്സിൽ 3 വർഷം പഠിച്ചവരാ. അറിയാമോ? അതിന്റെ വിദ്യാഭ്യാസം എനിക്കുണ്ട്. നിന്റെ കൂടെ നിന്റെ വീട്ടുകാരോട്ട് സ്കൂളിൽ പോകാൻ ഇരിക്കുന്നുണ്ടല്ലോ. സ്കൂളും ഇല്ല. അച്ഛാ ഞാൻ പറഞ്ഞതേ, നിങ്ങളെ 2 പേരെ ഇവിടെ ഞാൻ സേഫ്റ്റി ആക്കാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്തോ കിട്ടും? ഈ വസ്തുവിന് എന്തോ കിട്ടും? ഇവിടെ എത്ര? 2 ലക്ഷം രൂപ കിട്ടും. 2 കിട്ടും.
രണ്ടേ കാല് കയറ്റി വെച്ചാലോ? കാലി ഞാൻ തല്ലി ഓടിക്കും ഞാൻ. രണ്ട് കാലല്ല, രണ്ടേ കാല് കയറ്റി. രണ്ടേ കാല് കയറ്റി വെച്ചാൽ എനിക്കത് കൊടുക്കാൻ താല്പര്യമാണ്. ആണോ? ആ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ. കാരണം നിങ്ങളെ സേഫ്റ്റി ആക്കാം. എന്നെ കാരണം safety ആക്കാം. എന്റെ അപ്പനാ നിങ്ങള്. എന്റെ അപ്പനാ നിങ്ങൾ. അല്ല, അങ്ങനല്ല, ഞാൻ കാണുന്നത് നിങ്ങൾ എന്റെ അമ്മ. എന്റെ അമ്മ. കാരണം അതാണ് എന്റെ, ഞാൻ അങ്ങനെ രണ്ടുപേരും മോനായിരുന്നെങ്കിൽ എന്ത് വരുന്നത്? കാരണം അപ്പനും അമ്മ ഞാൻ അതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായത് പോയി. അവനെ വിഷമിക്കരുത്, നീ എണ്ണപ്പെടരുത്. ഈ അച്ഛനും എന്തുവാടി നോക്കുന്നത്? ഈ അച്ഛനെ അത് കാണാനുള്ള ശേഷി. ഒരു കോൾ വീട്ടിൽ. ഹലോ, എന്തോ അച്ഛാ? അമ്മയ്ക്ക് എന്താ പറ്റിയെന്നാ? അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മ അവനെ കൊണ്ട് എവിടെ ആശുപത്രി പോകണം, മനസ്സിലായില്ലേ? ഉടനെ ഞാനൊരു ആവശ്യം എന്നെ ചെത്തോളം കയറുന്നത്. അമ്മയ്ക്ക് അവനെ കൊണ്ട് എവിടെ ആശുപത്രി പോകണം? ആശുപത്രി പൊക്കോ. അന്ന് എന്നെ വിളിക്കുന്ന എന്തിനാ? കാരണം ഞാൻ വേറെ ആവശ്യം ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ശരി. കാരണം ഞാൻ അമ്മയെ അതുപോലെ സ്നേഹിക്കുന്നത്. മനസ്സിലായി മോനെ, അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും ആ ഫോണിരുന്ന് അടിക്കട്ടെ, കണ്ടോ? എന്റെ ദൈവമേ. ഹലോ ഹലോ, ബേക്കറി തന്നോ മോനെ? അയ്യോ, അവരെ 3500 രൂപ കൊടുക്കണം. ബേക്കറിന്ന് വിളിച്ചതാ. അത് കൊടുത്തില്ലായിരുന്നു. നിന്നെ പാലും മറ്റേ മപ്സോ എന്താ പ്രശ്നം എന്താണ്? എന്റെ പൊന്നു കൊഞ്ഞ ഇങ്ങാർക്ക് ഇടയ്ക്കൊന്ന് ഷുഗർ താന്ന്. ആ. അന്നേരം ഇല്ല കടയിൽ കിട്ടുന്ന സാധനം മുജീബോ എന്റെ പേരെന്താ തിന്നെ വട്ടത്തിരിക്കുന്ന അത് മേടിച്ച് തിന്നതിന് 10,3500 രൂപ. അത് കൊടുക്കാൻ വേണ്ടി അവര് കടക്കാരി വിളിച്ചാന്ന്. കടക്കാര് വിളിച്ചോ? ആ. എത്ര രൂപ കൊടുക്കാണ്ട്? 3500 രൂപ കൊടുക്കാനുണ്ട്. അത്രയല്ലേ ഉള്ളൂ? എന്താ കടക്കാൻ നമ്പർ എന്ന് പറയൂ. കടക്കാരൻ അതിന് പോണ്ടോ? കടക്കാൻ അത് കൈ വായിച്ചോ. പറയൂ. 16 41 16 കഴിഞ്ഞല്ലേ 41? എല്ലായിടത്തും അതാ ചോദിക്കും. 16 കഴിഞ്ഞ് 41 41 28 8 28 കെട്ട് ആരെയാണ്? 28 കെട്ടാ മൂത്ത മോന്റെ കൊച്ചിന്റെ. എടാ 28 8 28 8 ആ. 8 ലാസ്റ്റ് ഒരു 31 വേണമെങ്കിൽ ഒന്ന് കീച്ചിക്കോ. 31 ആ ഓക്കെ. 3500 രൂപ. 3500 കൊടുത്തു. അയ്യോ, അല്ല കൊച്ചൻ 3500 രൂപ കൊടുത്തു. 3500 രൂപ കൊടുത്തു. കൊടുത്തോ? കാരണം ഞാൻ ഈ വസ്തുവിന്റെ കാര്യം ഞാൻ അപ്പൊ അതല്ല ഞാൻ പറയാൻ കാരണം, നിങ്ങളിപ്പോ രണ്ടുപേര് പ്രായമാണ്. പ്രായം. അവിടെ ഇപ്പൊ നമ്മളിപ്പോ നോക്കി വെച്ചേക്കുന്ന വസ്തു നിങ്ങൾക്ക് കടനായ വസ്തു നമ്മൾ തരുമല്ലോ. തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കാം. ആ ഗുളിക മറ്റേ മഞ്ഞ ഗുളിക എടുക്കാൻ 500 ഗുളിക 500 ഗുളിക നിന്നെ ഗുളിക എന്തിനു വെച്ചാൽ അത് ഉറക്ക ഗുളിക. അത് ആ കണ്ണിനെന്തോ പറ്റിയെന്നാ പറഞ്ഞേ. കണ്ണായ വസ്തു നിങ്ങൾക്ക് തരുന്നത് ആ ക്ലാസ്സിലെ പണി ഈ ക്ലാസ്സിന്റെ മരുന്നിന്റെ കൈയിട്ടത് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് തീറ്റ വേണം. അതുകൊണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണായ വസ്തു തരും. ആ വസ്തുവിനകത്ത് നിങ്ങൾ താമസിക്കുമ്പോൾ അല്ല വെടിക്കെട്ട് പള്ളി, ആശുപത്രി, ഹോസ്പിറ്റല്, പോലീസ് സ്റ്റേഷൻ എല്ലാം ഉണ്ട്. പോരാ അതല്ല, സൂപ്പർ സെമിത്തേരി കണ്ട വരും. എന്തിനാണ് കുഞ്ഞ സെമിത്തേരി? അല്ല പ്രായമാണെങ്കിൽ പ്രായം പറഞ്ഞ ഉടനെ സെമിത്തേരിയിൽ അങ്ങനെ കയറുവാണോ? ഇതല്ലേ വീട്ടിൽ. ഹലോ, അമ്മ എന്തോ അമ്മേ? അച്ഛനെന്തോ പറ്റി? അങ്ങാരിപ്പോ ഈ അസുഖം ഉണ്ടാക്കി എന്തിനാ? ഞാൻ ചോദിക്കട്ടെ അമ്മ, നിങ്ങൾ അങ്ങാരി എടുത്തോണ്ട് എവിടെ ആശുപത്രി പോകും? ഞാനൊരു ആവശ്യം ഇറങ്ങിത്തിരിക്കും അല്ലയോ? അവിടെ നെഞ്ചത്ത് കൊടുക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഓക്കെ. കാരണം അച്ഛനെ അതുപോലെ ഞാൻ സ്നേഹിക്കും. അച്ഛനെ അതുപോലെ സ്നേഹിക്കുന്നത് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോൻ കല്യാണമൊക്കെ കഴിച്ചാന്നോ? കഴിച്ചു. പിള്ളേരൊക്കെ ഉണ്ടോ? പിള്ളേര് ഒരാള് +2, ഒരാള് നീറ്റ് പരീക്ഷ എഴുതുന്നു. നീറ്റ് പരീക്ഷ എഴുതുന്നവന് എത്ര വയസ്സാ? 5ാം ക്ലാസ്സിലെ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ നീറ്റ് പരീക്ഷ എഴുതുന്നു. 5ാം ക്ലാസ്സിലെ പരീക്ഷ നീറ്റാണ്. അവിടെ അലമ്പില്ല. അത് ശരി, അവിടെ അലമ്പില്ലല്ലോ. എന്റെ പൊന്നു കുഞ്ഞ് അങ്ങാർക്ക് വിവരം ഇല്ലാത്തോണ്ട് ഇതൊക്കെ പറയുന്നത്. നിനക്കറിയില്ല, ഇങ്ങനെ രാത്രി പെരക്കാത്തി കിടന്നുറങ്ങുമ്പോ കട്ടിലെ കിടക്കുമ്പോ അങ്ങോട്ട് ഉരുണ്ട് പോകുക, ഇങ്ങോട്ട് ഉരുണ്ട് പോകുക. ദിവസം അവര് അപ്പൊ നിലത്ത് കിടത്തിയതാ. കിടത്തിയിട്ട്? ഒരു ദിവസം നിലത്ത് കിടത്തിയപ്പോ ഉരുണ്ടും താഴെ നീലയുടെ മുറ്റത്ത് പോയി കിടന്നു. അയ്യോടാ. അവിടുന്ന് ഞാൻ പൊക്കി എടുത്ത പിന്നെ ആ വീട്ടിൽ കൊണ്ടുവന്നത്. പിന്നെ എന്താ ചെയ്തു? എന്തോ ചെയ്യാൻ ഞാൻ 5-6 പിള്ളേരെ വിളിച്ചോണ്ട് മറ്റേ പൈപ്പ് ഉണ്ടല്ലോ, ജപ്പാൻ കുടിവെള്ള അതിലൊരു 7 അടി നീളത്തിൽ ഒരു പൈപ്പ് മുറിച്ചോണ്ട് വന്ന് അതിനകത്ത് കയറ്റി ഇങ്ങനെ കിടത്തുന്നത്. പോകത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഉറക്കം വരെ ഓസിന. അതാ ഞാനീ പറഞ്ഞത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ വസ്തുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനത്തിൽ എഴുതണം. മക്കളുടെ കാര്യത്തിൽ തീരുമാനത്തെ മൊബൈൽ അടിക്കുന്ന കണ്ടില്ല. മൊബൈൽ എടുക്കാം. സൗണ്ട് കുറച്ചിട്ടേക്കുന്നോണ്ടല്ലോ. എന്താ? ഹലോ ഹലോ, 5000 ഇന്ന് തന്നെ അടച്ചേക്കാം സാറേ, ഇന്ന് തന്നെ അടച്ചേക്കാം. എന്തുവാ പ്രശ്നം? എന്താണ്? 5000 രൂപ അവിടെ പിന്നെ ഇവരുണ്ടല്ലോ വനത്തിന്ന് ഫോറസ്റ്റുകാരാ വിളിച്ചതാ. എന്തോ കാര്യം പറ നിങ്ങള്. എന്റെ പൊന്നു കുഞ്ഞായി എങ്ങാണ്ടോന്നൊരു പിന്നെ മുള്ളംപന്നി വന്നിവിടെ. അതിനെ പിടിച്ചിങ്ങ ഒരു വലയുടെ 1 മീറ്റർ വല കൊണ്ടുവന്നിട്ട് ഉടുപ്പ് തയ്ച്ചു കൊടുത്ത് റോഡിൽ കൂടെ നടത്തിക്കുവായിരുന്നു.
മുള്ളൻപന്നി ഇല്ലയോ? എന്നോട് പറഞ്ഞിട്ട് അവരിപ്പോ അതിന് പെറ്റി അടിച്ചേക്കും 5000 രൂപ കൊടുക്കണം. 5000 രൂപ. അത്രയല്ലേ ഉള്ളൂ? ആ, 5000 രൂപയല്ലേ ഉള്ളൂ? 5000 ഞാനിപ്പോ പോസ്റ്റിൽ അടക്കണം, വലക്ക് അടക്കണം. ഫോറസ്റ്റിൽ അടച്ചാൽ മതി. കുറച്ച് അടക്കണം. നാളെ എനിക്ക് ഇറങ്ങി ഓക്കേ, ആ നമ്പർ ഒന്ന് പറയൂ. ഇതിനകത്ത് കിടപ്പുണ്ട്, മോനെ നോക്കിയെടുക്ക്, കണ്ണ് കാണാൻ പറ്റും. 66 ആ. 27 ആ. 38 49 10 30. പോയാ ആ ഓക്കെ, അത് കിട്ടി. ഓക്കെ. അപ്പൊ അത് സെറ്റായി. പിന്നെ മോനെ ഓ. എന്തുവായാലും ഇത് കൊടുക്കുവാ ഞങ്ങള് കേട്ടോ. ഈ ബസ് കൊടുക്കുവാ. പിന്നെ ഒരു 2000 രൂപ മിനിയുടെ മൂത്ത മാമോദശയ്ക്ക് അത് കൊടുക്കാനുണ്ട്. അതുകൂടെ കൊടുക്കാം. അതുകൂടെ കൊടുക്കാം. അതെത്ര? അത് ഇവന്റെ മോനെ എടുത്തു തരാം. രണ്ട് നമ്പർ ഇതങ്ങ് കൊടുത്തേരെ. അതങ്ങ് കൊടുത്തേരെ. 2000 അല്ലേ? പോലെ പൈസ ഉണ്ടെന്ന് ഒന്ന് കൊടുത്തേരെ. ഈ വസ്തുവിന്റെ കാര്യം ഞാൻ കൊടുക്കും. വസ്തു ഏതോ കൊടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. ഓക്കെ, നിങ്ങൾ ഇത് വസ്തു കൊടുക്കാൻ തീരുമാനം അച്ഛനോ സമ്മതമാണോ? എന്റെ വസ്തുവായത് ഞാൻ തീരുമാനിക്കുന്നത് പോലെ ഇത് കൊടുക്കുന്നതും ഇതിന്റെ അവകാശവും എനിക്കാ. ലാസ്റ്റ് ഇവളുടെ ഒരു തീരുമാനം കൂടെ ഉണ്ട്. അല്ല, ഇപ്പൊ അച്ഛൻ തീരുമാനിച്ച കാര്യം നടക്കുവോ? ആ കാര്യം നടക്കും. അപ്പൊ പിന്നെ അത് ഓക്കെ ആയല്ലോ. പക്ഷേ ലാസ്റ്റ് ഇവളുടെ തീരുമാനമുണ്ട്. അമ്മച്ചി, ഈ വസ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ഞങ്ങൾക്ക് നിനക്ക് തരുന്നതിന് ഒരു ഇതുമില്ല, നിനക്ക് തരാം. ഒരു കുഴപ്പമില്ല. ഓക്കെ ആണോ? ഓക്കെ. പക്ഷേ വേറൊരു കാര്യമുണ്ട് മോനെ. കാര്യങ്ങളൊക്കെ ഞാൻ തിരുവേദന ഇങ്ങാരുടെ സമ്മതമില്ല, ഞാനൊന്നും ചെയ്യത്തുമില്ല. ഇതിൽ ആരോട് പറഞ്ഞാ ഒക്കും? നിങ്ങൾ അമ്മച്ചും പറഞ്ഞാലും അപ്പച്ചൻ പറഞ്ഞാലും ഒക്കത്തില്ല. അങ്ങനെ ഇവിടുത്തെ കാര്യം. ഒരു സെക്കൻഡ്, ഞാൻ വീണ്ടും ഒരാളെ വിളിച്ചോളൂ. പ്ലീസ്, നിങ്ങൾ സംസാരിച്ചോളൂ. ഹലോ വിഷ്ണു, എടാ ഇവിടെ ചേഞ്ച് ടു ചേഞ്ചിങ് ദ ടോക്കിംഗ്, മനസ്സിലായില്ല? അതായത് മാറി മാറി വർത്താനം പറയാം രണ്ടും കൂടെ. ഓക്കെ, അതെന്തുവാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതെന്താ നിങ്ങളുടെ തീരുമാനം? ബസ് കൊടുക്കാൻ പറ്റുമോ? എന്റെ പൊന്നുമോനെ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തു ഞങ്ങള് കൊടുക്കുന്നില്ല. അതിന്റെ കാരണം എന്തുവാ? കാരണം എന്താന്ന് ചോദിച്ചു കഴിച്ചാലേ, ഒരു വർഷം കൂടെ കഴിയുമ്പോ ഇവിടെ സ്കൂള്, പിള്ളേർക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക്, മെട്രോ എല്ലാം കൂടെ വരുന്നുണ്ട്. നല്ലൊരു സിറ്റി ആവും. നല്ല വിലക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം. ഞങ്ങൾ ഇത് കൊടുക്കുന്നില്ല. ഇനി അങ്ങോട്ട് വരാനുള്ളത് വരെ ഞങ്ങൾ മനസ്സിൽ കണ്ടോണ്ട് നടക്കുന്നവരാ. അറിയാമോ നിനക്ക്? രണ്ടുപേരപ്പ ഇത് അറിഞ്ഞോണ്ടായിരുന്നു. അപ്പൊ ഇത്ര കടവെല്ലാം ഞാൻ വീട്ടിലില്ല. വീട്ടിൽ നിന്നെ കൂടെ കൂട്ടി 8ാമത്തെ ആളാ വരുന്നത്. അത് ശരി. അപ്പൊ ഞാൻ വെറും അങ്ങ് നീ വെറും അങ്ങ് 8ന്റെ പണിയായി പോയി നിനക്ക്. അയ്യോ, ഞാൻ അങ്ങനെ ഒരു അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കഥ കണ്ടു. അപ്പൊ നമുക്ക് എന്തായാലും ഈ സ്കിറ്റിന്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നസീർക്ക സ്കിറ്റ്? അടിപൊളി, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ രണ്ടുപേരുടെ ക്യാരക്ടറാണ്, സുഹിത്തിൻ്റെയും വിഷ്ണുവിൻ്റെയും. അടിപൊളിയായിട്ട് നിങ്ങൾ രണ്ടുപേരും തിമിർത്താടിയെന്ന് വേണം പറയാം. ആ തുടക്കം മുതൽ അവസാനം വരെയും ആ ഒറ്റ റേഞ്ചിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും നിന്നു. എന്തൊക്കെ ചേഷ്ടകളാണോ നിങ്ങളതിൽ തുടക്കത്തിൽ വെച്ചിരിക്കുന്നത്, അത് അവസാനം വരെ നിങ്ങൾ കൊണ്ടുവന്നു. നല്ലൊരു കണ്ടൻറ്റും നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും അത് ചെയ്തു. താങ്ക് യു. കാര്യം കുറേ നാൾ കൂടിയാണ് നിങ്ങൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നത്. കാര്യം രാജേഷ് ഇല്ലെങ്കിലും അതിന് പകരം ഈ ക്യാരക്ടർ കയറി, അത് നന്നായിട്ടുണ്ട്. അത് അത് വല്യമ്മ ഇത് തന്നെയാണ് കറക്റ്റ്. നമുക്ക് ആ വല്യമ്മയെ സിങ്ക് ആകുന്നത് കറക്റ്റ് ഒരു വല്യമ്മ. കാര്യം വിഷ്ണുവിൻ്റെ നേരത്തെ തൊട്ടുള്ള ആ ഒരു ചേഷ്ടകളൊക്കെ ഉണ്ടല്ലോ. ആ നടപ്പൊപ്പം സുജിത്ത് ഏറ്റെടുത്തായിരുന്നല്ലേ ഉമ്മ കൊടുക്കാൻ പോകുന്ന ആ ഒരു 2-3 സാധനങ്ങൾ. എന്തായാലും വളരെ മനോഹരമായിട്ട് ചെയ്തു. അതേപോലെ ഹരി ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കുറച്ചുകൂടെ ഒന്ന് പഞ്ചിലേക്ക് കൊണ്ട് നിർത്തായിരുന്നു. അത് തന്നെ സാധനം ഒന്ന് പഞ്ചാക്കാമായിരുന്നു. അത് മാറിപ്പോയത് വല്ലതാണോ? ഇവിടെ വന്നതിന് ശേഷം ഒരു ചേഞ്ച് വരുത്തി, അവിടെ ഒരു കൺഫ്യൂഷൻ വന്നല്ലേ. എങ്കിലും ആ ഏരിയ വിട്ടാലും മുമ്പോട്ടുള്ളത് മൊത്തം ചിരിക്കാനുള്ള സാധനം. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. നന്നായിട്ടുണ്ട്. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു കവിജിക്കുട്ടൻ ചേട്ടാ. 3 പേരും ഗംഭീരമായിരുന്നട്ടാ. ആദ്യം പറയാനുള്ള കാര്യം, പിന്നെ എനിക്ക് തോന്നിയത് വിഷ്ണുവും അതുപോലെ തന്നെ സുജിത്തും ആ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ഈ ഹരി വന്നതിന് ശേഷം എന്ത് ചെയ്യും എന്നായിരുന്നു. പക്ഷേ നിങ്ങൾ വന്നതിന് ശേഷം നിലം തൊട്ടിട്ടില്ല കേട്ടോ, പറന്ന് കളിക്കായിരുന്നു. 3 പേരും പറന്ന് കളിക്കായിരുന്നു. എനിക്കിതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ഈ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും എന്താണ് ഇത്രയും വയസ്സായ ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇവരുടെ ഒരു സ്നേഹവും ഒരു ദേഷ്യവും, ആ ദേഷ്യം സ്നേഹത്തിൻ്റെ ദേഷ്യമാണ്. മിനിറ്റിന് അല്ലെങ്കിൽ സെക്കൻഡ് വിത്ത് സെക്കൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ മോഡുലേഷൻ ഉണ്ടല്ല. ഇവരെ കുറ്റപ്പെടുന്നു, ഇവർ നേരെ സ്നേഹിക്കുന്നു, പിന്നെ ഇവർ സ്നേഹിക്കാണ്ട് വരുന്നു. അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ. അത് ഒറ്റക്ക് താമസിക്കുന്ന ഇത്രയും വയസ്സായ ആളുകൾക്ക് ഉള്ളതാണത്. ആ സ്നേഹത്തിൻ്റെ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെയാണത്. അത് നിങ്ങൾ 2 പേരും ആദ്യം തൊട്ട് അവസാനം വരെ കീപ്പ് ചെയ്തെന്നുള്ളതാണ്. അത് എനിക്കൊന്ന് സിനിമയിലൊക്കെ പറ്റുള്ളൂ. ഒരു സ്കിറ്റിലൊക്കെ അങ്ങനെ ഉടനീളം അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഇത് നമ്മുടെ വിഷ്ണുവിനെയാണോ അല്ലെങ്കിൽ സുജിത്തിനെയാണോ പൊക്കി പറയണമെന്ന് പറയാൻ പറ്റില്ല. കാരണം 2 പേരും ഈക്വലായിരുന്നു. ചില സമയത്ത് സുജിത്ത് കയറുമ്പോൾ
ചില സമയത്ത് ഇതങ്ങ് ഒതുങ്ങി കൊടുക്കും വിഷ്ണു കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഹരി വന്നിട്ട് ഞാൻ കരുതി ആദ്യമൊക്കെ വന്നിട്ട് ഇത്ര റേഞ്ചിൽ ഹരിക്ക് കളിക്കാൻ പറ്റില്ല, മേലെ കയറി കളിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു റേഞ്ചാണ്. പക്ഷെ നിങ്ങൾ ആ തള്ളിയിടുന്ന സാധനം തൊട്ടിട്ടുണ്ടല്ലോ, നിങ്ങളെൻ്റെ അച്ഛനാണെന്ന് പറയൂലേ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മ സാഡായി പോകേണ്ട ഒരു സാധനമാണ്. അത് ഈ ഷോൾഡറിൽ പിടിച്ച് തള്ളിയിട്ട് സുജിത്ത് തെറിച്ചു പോയി. അവിടം തൊട്ടുള്ള ആ ഒരു സ്കിറ്റിൻ്റെ കയറ്റം 3 പേരും വന്നപ്പോൾ ഉള്ളത് അത് അവസാനം വരെ കൊണ്ടു നിർത്തിയിട്ടാണ്. പിന്നെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമായിരുന്നു ക്ലൈമാക്സ്. ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ ഇതിന് ആധാരമില്ല, ഇതിന് ഒന്നുമില്ല, ഇത് അങ്ങനെ അതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ അതല്ല, ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ വരുന്ന ഒരുപാട് സ്ഥലങ്ങളെ കൈയേറുന്നതാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ആയിപ്പോയി. അതെനിക്ക് തോന്നുന്നു വന്ന ആൾ പറയാണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു അത് സുജിത്ത് പറഞ്ഞ തന്നെയാണ് ആപ്റ്റ്. കാരണം എല്ലാ സ്കിറ്റുകളും നമ്മൾ വരുന്ന ഒരാൾ അപ്പം എനിക്ക് പണി കിട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോകണം, പക്ഷെ നിനക്ക് പണി തന്നതാന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്രില്യൻ്റ് എന്ന് ഞാൻ പറയണത്. ഒരുപാട് തമാശൻ്റെ കേട്ടോ, ക്ലൈമാക്സ് ഉൾപ്പെടെ ഗംഭീര സ്കിറ്റായിരുന്നു, അടിപൊളി, സൂപ്പർ. വിജയകുട്ടൻ നല്ല ഇഷ്ടമായി. ഇനി ഷാജാണ് ഇഷ്ടപ്പെട്ടോ നോക്കാം. വിഷ്ണു സുജിത്ത് തുടങ്ങി വെച്ചത് ഗംഭീരമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടേക്ക് ഓഫ് ആയിരുന്നു അത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പാപ്പനും അമ്മമ്മമാരും പൊതുവെ എങ്ങനെയായിരിക്കും, എത്രയൊക്കെ വഴക്കിട്ടാലും പകൽ മുഴുവൻ വഴക്കിട്ടാലും അവർ ഭക്ഷണത്തിന് മുമ്പിലോ അല്ലെങ്കിൽ സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ എല്ലാ കാര്യത്തിലും അവർക്കൊരു വീഴ്ച വരാതെ മറ്റുള്ളവരിൽ നിന്ന് അവരെ തന്നെ സേവ് ചെയ്യും. അതായത് ആക്ച്വലി അവരുടെ ആ സ്നേഹം അപ്പോഴാണ് അറിയുന്നത്. അവരൊരിക്കലും അവർക്ക് മാറിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫുൾ ടൈം വഴക്കായിരിക്കും. ഇത് നമ്മൾ എത്രയോ കണ്ടിട്ടുള്ള ആളുകളാണ്. ആ 2 ക്യാരക്ടേഴ്സും അതിഗംഭീരമായിട്ട് വിഷ്ണു ചെയ്തിട്ടുണ്ട്. ആ 2 ക്യാരക്ടറിലേക്ക് ഹരിയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏകദേശം ആ ഒരു പ്ലേക്ക് അതിനകത്ത് ആ കോഴിയും പട്ടിയൊക്കെ എടുത്ത് വലിച്ചെറിയില്ല, അതൊക്കെ അങ്ങ് ദേഷ്യത്തിനകത്ത് ചെയ്ത് അപ്പം ആ സെക്കൻഡ് കൊണ്ട് തന്നെ അവരുടെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ പട്ടിയും കൂടി ഇവരെ വിട്ടു പോകേയില്ല, വരും. അപ്പോൾ ഈ പറയുന്ന ആ ഒരു പ്ലേ ഉണ്ടല്ലോ, ആ പ്ലേയുടെ എനർജി ലെവൽ ഭയങ്കരമായിരുന്നു. പൊതുവെ ഞാൻ നിങ്ങളുടെ പെർഫോമൻസിൽ കാണുന്ന ഒരു വേറൊരു റൂട്ടാണ്, കുറച്ച് സ്ലോ പേസിലാണ് കാണാറ്. പക്ഷെ ഇത് ഭയങ്കര ഹൈ ആയിരുന്നു ഈ അപ്പാപ്പനും അമ്മാമയും. അപ്പോൾ അതിന് അത്രത്തോളം എനർജി ആ സ്കിറ്റിനും ഉണ്ടായിരുന്നു. ആ സ്കിറ്റിന് മൊത്തം ഹ്യൂമർ, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്കിറ്റ് തന്നെയായിരുന്നു. അടിപൊളി, സൂപ്പർ. താങ്ക് യു. അടിപൊളി. നമുക്ക് മാർക്ക് ചോദിക്കാം. ഷാജാനോട് തന്നെ ആദ്യം ചോദിക്കാം. ഞാനൊരു 24,000. 24,000. നസീറിക്ക? ഞാനൊരു 20,000. 20,000. 44,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. വിജയകുട്ടൻ ചേട്ടൻ ഇപ്പൊ റിവീൽ ചെയ്യും, നമുക്ക് നോക്കാം. പിടിച്ചോ. അടിപൊളി. എന്ത് തോന്നണു? ഇപ്പൊ ആദ്യമായിട്ടല്ലേ ടീം പത്തനംതിട്ടയിലുള്ള 2 പേരോട് വിഷ്ണുചേട്ടൻ ചെയ്യുന്നത്? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് പഞ്ചടിച്ചിരുന്നോ? അന്ന് 5 ഇന്ന് 85,000 രൂപ നേടി പഞ്ചടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്, കൊട്ടാരത്തിന് വയ്യാതായിട്ട്. പക്ഷെ അമ്മാമ്മ നിങ്ങൾ കറക്റ്റാ, ഇവർ 2 പേരും കോമ്പിനേഷൻ കറക്റ്റാ. സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു വേഷപ്പകർച്ചാന്ന് പറയാ. നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അസലായിരുന്നു. സുജിത്തേട്ടാ? ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വിഷ്ണു കൂടെ വന്ന് വിഷ്ണുവിൻ്റെ ആ അമ്മച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അത് നേരിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവരോടും നമ്മുടെ ഓഡിയൻസിനോടൊക്കെ ഒരുപാട് നന്ദി, താങ്ക്സ്. ഹരിചേട്ടാ പറയും. ഒരുപാട് സന്തോഷം. എന്തായാലും ഇവർ 2 പേരും കൂടെ സെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞത് താങ്ങിയാൽ മതി എനിക്ക് തോന്നി. ഇതൊന്ന് താങ്ങിയാൽ മതി എന്ന് എനിക്ക് മനസ്സിലായി. എന്താ റിഹേഴ്സൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അവരുടെ കയ്യിലാണ് ബോൾ കിടന്നത്. റിഹേഴ്സൽ സമയത്ത് ഞാൻ ഭയങ്കര ചിരിയല്ല. അപ്പോൾ നല്ലതായിട്ട് അവർ സെറ്റ് ചെയ്തു. അപ്പം ഞാൻ പിന്നെ ഇടയ്ക്ക് വിളിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ കയറി പോകാന്ന് വെച്ചു. അല്ല, അത് നന്നായിരുന്നു. ഹരിയുടെ ഉഗ്രനായിരുന്നു അത്. താങ്ങുന്നത് മാത്രമല്ല, അവരെ മാത്രം കളിക്കാനങ്ങ് വിട്ടുന്നല്ല. ഹരി വന്നിട്ട് ഹരിയുടെ കയ്യിലും പന്തുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നമ്മൾ പ്രതീക്ഷ കൂടുതൽ. സൂപ്പർ. ഒരുപാട് സന്തോഷം. അങ്ങനെ നല്ലൊരു സ്കിറ്റ് നമ്മൾ കണ്ടു. 85,000 നേടി സിൽവർ പഞ്ചും അടിച്ചിരിക്കുകയാണ്. കൂടുതൽ നല്ല നല്ല സ്കിറ്റുകളും പഞ്ചുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി വീണ്ടും നല്ലൊരു ഗംഭീര സ്കിറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ സ്വന്തം ശ്രീജു ചേട്ടൻ, ശംഭു ചേട്ടൻ ആൻഡ് അജയ് ചേട്ടൻ. നല്ലൊരു കഴിവ്. ഇത് ഐറ്റം വേറെ.
പൊന്നമ്മച്ചേ. അയ്യയ്യയ്യയ്യയ്യോ. ആ മനോരം വിളിക്കുന്നു. മനോര, കച്ചവടത്തമ്പലത്തിന്റെ അതിലെ പെണ്ണുങ്ങളൊക്കെ ഓടി വരുന്നുണ്ടോ? ഇല്ലേ? പിന്നെ ഞാൻ എന്തിനിടെ രാവിലെ ഓടാൻ വേണ്ടി ഇറങ്ങിയത്? മരുന്നിന് പോലും ഒന്നുമില്ലേ? ശരി 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 ആയിക്കോട്ടെ. ഒന്നുമില്ലാതെ നമുക്ക് വയ്യേ. ഹലോ. സിറ്റിന്ന് ഒരാഴ്ച ഇങ്ങോട്ട് താമസം മാറിയിട്ട് വീടൊക്കെ ഉഗ്രം വീട് വീടെടുത്ത് തന്നതോ നമ്മുടെ KCB സബ് എഞ്ചിനീയർ റിട്ടയർഡായ മിസ്റ്റർ പാക്കരൻ, സോറി ഭാസ്കർ, അദ്ദേഹമാണ് വീടെടുത്ത് തന്നത്. ഓക്കെ ഞാൻ വിളിക്കാം. ഞാൻ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. ശരി ഇനിയും ബിരിയാണി വല്ല പടക്കോഴി എടുത്ത് എഞ്ചി വെക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. കൈവൾ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എങ്ങോട്ട് പോകും? പിറന്തലടിച്ച് വീഴും. നേരെ നില്ല്. അയ്യോ അതല്ല, താമസമായതിനു ശേഷം എനിക്ക് വീട്ടിലോട്ടൊന്നും വരാൻ പറ്റിയില്ല. ആഹാ, ഭാര്യ ഇന്നലെ നിങ്ങളെ പറ്റി പറയുന്ന കേട്ടു. എന്തു പറഞ്ഞു? വേറെ ആരെ വീട്ടിൽ കയറ്റിയാലും അവൻ ഇങ്ങോട്ട് കയറ്റല്ലോ. മക്കളെ ഒന്നും കണ്ടില്ല. മക്കള് 2 പെമ്പിള്ളാരാണ് എനിക്ക്. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു, അവളങ്ങ് പുറത്താണ്. വെരി ഗുഡ്. രണ്ടാമത്തവളുടെ കല്യാണ ആലോചന എല്ലാം വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തവളുടെ നാള് തിരുവാതിരയാണ്. നല്ല നാളാന്നല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു ആലോചന വന്നു, അവന്റെ നാള് മൂലം. എനിക്കൊരു ഡൗട്ട്, ഈ തിരുവാതിരയിൽ മൂലം ചേരുമോ? മസ്റ്റായിട്ട് തിരുവാതിരയ്ക്ക് മൂലം വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ മസ്റ്റായിട്ട് വേണം, തിരുവാതിരയ്ക്ക് മൂലം വേണം. അതങ്ങനെയല്ല. താങ്കളുടെ നാള് എന്റെ നാള് കേട്ടാ പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റൂ. കേട്ടാ പറഞ്ഞില്ലല്ലോ. എന്റെ നാള് തൃക്കേട്ടാ. ഓ തൃക്കേട്ടയാണല്ലേ. എനിക്ക് 3 മക്കളാണ്. ആണാ? എന്നിട്ട് ഒരുത്തൻ വില്ലേജ് ഓഫീസറാണ്. ഓഹോ, അങ്ങ് കോതമംഗലത്ത്. രണ്ടാമത്തവൻ തഹസീൽദാറാണ്. എവിടെ? അങ്ങ് മൂലമറ്റത്ത്. മൂന്നാമത്തവൻ SI. എവിടെ? ഇവിടെ ചന്തിരൂർ. മക്കളെല്ലാം നല്ല പൊസിഷനിൽ, പക്ഷെ എല്ലാം അങ്ങ് ഉള്ളേരിയിലായി പോയല്ലോ. പക്ഷെ പുള്ളിയിലോട്ട് ടൗണിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ടൗണിൽ വെച്ച് റിട്ടയർഡ് ആവാനുള്ള ഭാഗ്യം എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ടൗണിൽ എവിടെ? അണ്ടിപ്പള്ളിക്കാവ്. വെരി ഗുഡ്. പിന്നെ ഒരു മിനിറ്റ് വിട്ടുപോയി. പറഞ്ഞല്ലോ. പറഞ്ഞു വിട്ടുപോയതാ, മനഃപൂർവ്വമല്ല. നാളെ അല്ലേ? നാളെ അത് ക്ലിയർ ചെയ്യും. ഇന്നത്തെ കൂടെ ചേർത്ത് നാളെ ക്ലിയർ. ഹലോ, ആരോടായി സംസാരിക്കുന്നേ? 1-ാം തീയതി സാധനം എടുത്തില്ല, കരളിനപ്പുറം സമാധാനപ്പെടുത്തിയത്. ഓഹോ, ഇല്ലെങ്കിൽ പിണങ്ങും. മദ്യപിക്കാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ. എങ്ങനെയാ? ഞാനും മദ്യപിക്കാറൊക്കെ ഉണ്ട്. ഓഹോ, നമ്മൾ ഔട്ട് ഹൗസ് എല്ലാം അടുത്തടുത്താണ്. 4 എണ്ണത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. പെണ്ണുമ്പിള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചാറൊക്കെ പൂപ്പലടിച്ചു തുടങ്ങി. എങ്ങനെ കഴിക്കോ? ചെറുതായിട്ട്. കട്ടക്കടിക്കോ? കട്ടക്കടിക്കില്ല, ചെറുതായിട്ടിരിക്കും. ഇനി അടിക്കുമ്പോ കട്ടക്കടിക്കണം. കാര്യം നരയൊക്കെ കണ്ടു തുടങ്ങിയേ, മറ്റേ വിക്കേ. പിന്നെ മദ്യപിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ പരാതികൾ പറഞ്ഞു തുടങ്ങി. എന്ത് പരാതി? ഇന്നലെ രാത്രി നിങ്ങളുടെ ഫ്ലാറ്റിന് അവിടുന്ന് ഭയങ്കര ബഹളമായിരുന്നല്ലോ. എന്ത് പറ്റി? അത് ഭയങ്കര ഒരു അബദ്ധം പറ്റിയതാ. ഇന്നലെ രാത്രി കറണ്ട് പോയല്ലോ. ഭാര്യയാണെന്ന് കരുതി വേലക്കാരി കയറി കെട്ടിപ്പിടിച്ചു. വേലക്കാരിക്ക് നിലവിളിച്ചുകൂടായിരുന്നോ? എങ്ങനെ നിലവിളിക്കും? ആദ്യമേ ഞാൻ പൊത്തി പിടിച്ചില്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യം എക്സസൈസ് ചെയ്യൂ. സമയം നോക്കട്ടെ. ഓക്കെ, പഴയ പോലെ പറ്റുന്നില്ല, അതാ സംഭവം. ഇന്നലെ ഇവിടെ ഇതേ സമയത്തുണ്ടായിരുന്നല്ലോ, ഇന്ന് കാണുന്നില്ലല്ലോ. ഇതെങ്ങോട്ട് പോയത്? എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാട്ടെ. ഹലോ മിസ്റ്റർ ഭാസ്കർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങോട്ട് എഴുന്നേറ്റാട്ടെ. ഭാസ്കർ ഇന്ന് നേരത്തെ ഗ്രൗണ്ടിൽ എക്സസൈസിൽ വന്നല്ലേ? നേരത്തെ ഞാൻ ഇറങ്ങി. അതൊക്കെ പോട്ടെ, ഇന്ന് എത്ര കിലോമീറ്റർ ഓടി ഭാസ്കരൻ? ഞാനൊരു 4 കിലോമീറ്റർ ഓടി. വെറും 4 കിലോമീറ്റർ ഓടിയുള്ളൂ ഭാസ്കരൻ? അതെ. എന്റെ പൊന്നു ഭാസ്കര, ഈ പ്രായത്തിൽ 30 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. താങ്കളെ കൊണ്ട് ഈ പ്രായത്തിൽ 30 കിലോമീറ്റർ ഓടാൻ പറ്റില്ല. എന്റെ പൊന്നു ഭാസ്കര, മനസ്സുകൊണ്ട് ഓടിയതല്ല, ഒരു പട്ടി ഓടിച്ചതാ. ഗ്രൗണ്ടിൽ കയറാൻ നേരത്തെ ആ പട്ടി കടിക്കാൻ വന്നു. 15 കിലോമീറ്റർ അങ്ങോട്ട് ഓടി, 15 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി. വടിയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എനിക്ക് ആ പട്ടി എനിക്കൊന്ന് കിട്ടണം. എന്തിനാ? പെണ്ണുമ്പിള്ളേരെ അച്ഛൻ വീട്ടിലുണ്ട്, ഭയങ്കര ശല്യം. എന്റെ പൊന്നു ഭാസ്കര, ഈ അമ്മയച്ഛൻ വീട്ടിൽ വന്നിരിക്കുന്നത് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ പുള്ളി അവിടെ നിന്നോട്ടെ? 101 വയസ്സുണ്ട്, ഇപ്പോഴും അശ്ലീല ചിത്രങ്ങൾ കാണുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൊച്ചുങ്ങളെ എന്ന് പറഞ്ഞ കണ്ണുകാലത്ത് കാണിക്കുന്നു. അങ്ങനെയുള്ള അമ്മയപ്പനെ ഓടിക്കാൻ പട്ടിയെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവനെ പട്ടിയെ പോലെ നോക്കിയാൽ മതി. 3 ദിവസം കഴിയുമ്പോൾ മടുത്തിട്ട് തന്നെ ഇറങ്ങിപ്പോക്കോളും. അല്ല മിസ്റ്റർ ഭാസ്കരൻ, ഈ നമ്മൾ രണ്ടുപേരും ഈ 1.5 മിനിറ്റ് നേരം ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ
അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ടേ എന്നുള്ള മുഖഭാവത്തിലിരിക്കുന്ന ഈ മാന്യദേഹം ആരാണ്? പരിചയപ്പെടാൻ മറന്നുപോയി. 3 ദിവസമായി ഉള്ളു ഇവിടുന്ന്. ആണോ? മീറ്റ് യു തഹസീൽദാർ. ഹലോ മിസ്റ്റർ സർസറി നായർ. തഹസീൽദാരാണോ പറഞ്ഞത്? പിന്നെ? തഹസീൽദാർ. I am രാമകൃഷ്ണ കൈമൾ. ഓ, ഞാൻ എവിടെയൊക്കെ സർവീസ് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഉള്ള പോക്കുവരവ് നോക്കിക്കൊണ്ടിരുന്ന ഞാനല്ലേ. അപ്പൊ നിങ്ങൾ തഹസീൽദാരല്ല, പിന്നെ CCTV. കൈപ്പിൾ കൊണ്ട് വരൂ. എന്താണ്? പോക്കുവരവല്ല നിങ്ങളല്ലേ നോക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ തോട്ടിങ്കര ശാന്തിയുടെ വീട്ടിൽ നല്ല പോക്കുവരവുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഞാനേ തഹസീൽദാരായിട്ട് റിട്ടയർഡ് ആയത് ചാന്തിയുടെ കള്ളമാപ്പിളെ പിടിക്കാനല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ബൈ ദ ബൈ, പരിചയപ്പെടാൻ മറന്നു. ഞാനിവിടെ പുതിയ ആളാണ്. എന്താ പേര്? സോറി. ഐ ആം ഫൈനലി ഇൻട്രൊഡ്യൂസിംഗ് കുരുവിള റോബർട്ടൻ. ആദ്യമായിട്ടാണ് കേട്ടോ പാന്റ് ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നതാണ്. എന്തുവാ? കുരുവുള്ള റംബുട്ടാൻ. കുരുവിള റംബുട്ടാൻ എന്നാണ് പറഞ്ഞത്. പിന്നെ? കുരുവിള റോബോട്ടൻ. റിട്ടയർഡ് കസ്റ്റംസ് ഓഫീസറാണ് ഞാൻ. ആണോ? ആ. അയ്യോ, കസ്റ്റംസ് ഓഫീസറായിട്ട് എവിടാ ജോലി? ഇവിടെ കസ്റ്റംസുകാർ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തുറമുഖത്ത് അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ. വിമാനത്താവളം? അവിടെ കസ്റ്റംസുകാർ ജോലി തന്നെ. ഓ, ഭയങ്കര. ഞാൻ ഈ കുറെ കാലം കൊണ്ട് ചോദിക്കണം ചോദിക്കാം. ഈ കസ്റ്റംസിലെ ജോലി എന്ന് പറയുമ്പോൾ റിസ്ക് ഉള്ള ജോലിയല്ലേ? ഈ സ്വർണ്ണക്കടത്തൊക്കെ ഉള്ളതാണോ? പിന്നെ സ്വർണ്ണക്കടത്തുള്ളതാണെന്നോ? ഈ സ്വർണ്ണം കടത്തിക്കൊണ്ട് ഒരു ആൾക്കാർ ചിലതൊക്കെ ഞങ്ങൾ കൈ കൊണ്ട് ഇഞ്ഞെടുക്കും, ചിലത് ഞങ്ങൾ കൈ കൊണ്ട് തൊടാനേ പോകത്തില്ല. ആണോ? പിന്നെ അതിന്റെ പിന്നിലൊക്കെ ഭയങ്കര ആൾക്കാരായിരിക്കും നമ്മുടെ ജോലി നിറയ്ക്കും. അതുകൊണ്ട് ഞാനൊരു ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല ജോലി ഉണ്ടായിരുന്നു. ഈ കസ്റ്റംസിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യം എന്താ? അത് ഈ കസ്റ്റംസ് തെരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം എടുത്തതല്ല. ഞാൻ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഈ PSC ടെസ്റ്റ് ഒക്കെ എഴുതി തോറ്റോണ്ടിരിക്കുക. കാരണം ഞാൻ പഠിക്കാതാണല്ലോ ടെസ്റ്റ് എഴുതാൻ പോകുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, മോന് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. അമ്മ എന്ന അപ്പൂപ്പനോട് പറഞ്ഞു, അച്ഛാ ഇന്നപോലാണ് മോന് ജോലിയൊന്നും കിട്ടുന്നില്ല, ഭയങ്കര കഷ്ടമാണെന്നും. അപ്പം അപ്പൂപ്പൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ എന്റെ കൊച്ചുമോന്റെ കാര്യം മഹാ കഷ്ടം 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 കഷ്ടം. അതിൽ നിന്നാണ് എനിക്ക് കസ്റ്റംസ് എന്നുള്ള സ്പാർക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ കസ്റ്റംസ് കയറി. അങ്ങനെയാണ്. ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ആക്രമണങ്ങൾ ഉണ്ടോന്നോ? ഞാൻ ഈ ജാർഖണ്ഡ് വിമാനത്താവളത്തിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴാണ്. വിമാനത്താവളം പറയണ്ട, എന്തോ പോലെ. അല്ല, മറ്റേ ഈ സംഭവമൊക്കെ താഴ്ന്ന അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പം വിമാനത്തിൽ നിന്ന് 4-5 തോക്കുധാരികൾ വരുന്നു, കൈ നിറച്ച് സ്വർണം. ഞാൻ നെഞ്ചു വിരിച്ചങ്ങ് നിന്നു. എന്നിട്ട് അവന്മാർ AK-47 ഇങ്ങോട്ട് എടുത്തിട്ട് കിച്ച് 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 കിച്ചാന്ന് അങ്ങോട്ട് പച്ചക്കറി അരിഞ്ഞു. വെടി വെച്ചെന്ന്. ആണോ? ഇവിടെ തൊട്ടെ എന്താ മനസ്സിലായി? ശരീരം മൊത്തം ഊത്തു വെച്ചോണ്ട് കിടക്കുന്നു. മനസ്സിലായി? ഞാൻ വേദന കരഞ്ഞതാ. ആണോ? എടാ, നീ തൊട്ടടുത്തെല്ലാം വെടിയുണ്ട് കയറിയിരിക്കുവന്ന്. ആണോ? അമ്മാതിരി വെടി ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇമാതിരി വെടി ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ശരിക്കും ഞാനും പറഞ്ഞ, ഞാനും ജോലിക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. ആണോ? 18 കളരി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ശരിക്കും 19 കളരിയായിരുന്നു. എന്റെ അപ്പനല്ലേ 18 കളരിയാക്കിയത്. റവന്യൂലല്ലായിരുന്ന. അങ്ങനെ റോഡിന്റെ അളവെടുത്ത് പോകുന്ന സമയത്ത് ഒരു കളരി റോഡിലേക്ക് കയറ്റി കെട്ടിയിരിക്കുന്നു. അപ്പൻ അളവ് നോക്കിയപ്പോ അര കൂടുതൽ. അപ്പൻ 19 അരയെടുത്തും കളഞ്ഞു, 18 കളരിയാക്കി. ജോലി കിട്ടി എനിക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല അപ്പൻ 18 കളരിയാക്കി എന്ന് പറഞ്ഞില്ലേ. ഇത് കളരി ആശാൻ കണ്ടുകൊണ്ട് വന്നിട്ട് പിറന്തലയ്ക്ക് ഒരു ഒറ്റ അടി. അപ്പൻ അവിടെ തീർന്നു. ആ സർവീസിലെ ജോലി എനിക്ക് കിട്ടി. ഉത്തരവാദിത്തമുള്ളവർ അങ്ങനെയാണ്. നമുക്ക് ഈ ജോലിയുടെ ഉത്തരവാദിത്തം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോകും. റിട്ടയർഡ് ആയിട്ട് എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആണോ? ഇന്നലെ രാത്രി കോരിച്ചൊരിയുന്ന മഴയല്ലായിരുന്നു? അതെ അതെ. വൈകുന്നേരമായപ്പോ മുണ്ടോണിക്കരയെന്ന് എന്താ ഒരു കാര്യം ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചപ്പോൾ അതിനിടയിൽ ഞാൻ സംസാരിച്ചോ? ഒന്ന് മാറി നിൽക്കും. അപ്പൊ രാത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നു, അവിടെ ലൈൻ പൊട്ടി കിടക്കുന്നു, കമ്പി പൊട്ടി കിടക്കുന്നു. ഞാൻ ചെന്ന് കമ്പി കെട്ടി കൊടുത്തു. ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കില്ലേ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചായിരുന്നോ? ഇല്ലല്ലോ. മഹാദേവൻ വെച്ചെന്ന് വിളിക്കുന്നു, അവിടെ ഇങ്ങനെ ലൈൻ പൊട്ടി കിടക്കുന്നു. ഞാൻ ചെന്ന് കമ്പി കെട്ടി കൊടുത്തു. ഭാസ്കര, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയ്ക്ക് സംസാരിക്കരുത്. പറഞ്ഞിട്ടുണ്ടേ, ഇപ്പൊ തണ്ണിയത്തെന്ന് വിളിക്കുന്നു, അവിടെ ലൈൻ പൊട്ടി കിടക്കുന്നു. ഞാൻ ചെന്ന് കമ്പി കെട്ടി കൊടുത്തു. ഭാസ്കര, നിന്റെ കമ്പിക്കഥ കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് വന്നേ. ഞാനേ 2-3 ദിവസം കൊണ്ട് ലവളെ കാണുന്നുണ്ട്. മഴയല്ലേ, ഇഷ്ടം പോലെ തവളെ കാണും. തവളയല്ലെന്ന്, ലവളെ കാണുന്നുണ്ടെന്ന്. ആരെ? എന്റെ പഴയ ശശികല ചാർത്തിയ ദീപാവലയങ്ങൾ തന്നനം തന്നനം. പാട്ട് പാടാനാന്ന് പറഞ്ഞു. എന്റെ പഴയ ലൈനില്ലടാ ശശികല. ഏത് ശശികല? നെല്ലിമൂടുള്ള ശശികല. നല്ല മൂടുള്ള ശശികല. നെല്ലിമൂടുള്ള ശശികല ഇല്ലടാ. അവളെ ഞാൻ കണ്ടടോ. അങ്ങനെ എനിക്ക് ആ പ്രണയം വീണ്ടും വീണ്ടും തികട്ടി വരുന്നു. ഹലോ മിസ്റ്റർ കൈമൾ, എന്താണ്? നിങ്ങളൊരു കാര്യം കേട്ടോ? ഇല്ല, പറയൂ. നമ്മുടെ കൂട്ടുകാരന് പഴയ ഒരു പ്രണയമുണ്ട്. സമയം പലിശ അടച്ചാൽ തിരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ലേലത്തിൽ പോവും. പഴയ പണയം. പിന്നെ എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു, അതിന്റെ കാര്യം പറഞ്ഞതാ. ഈ പ്രായത്തിൽ പ്രണയോ? എന്റെ പൊന്ന് കൈമളെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതെന്റെ കാര്യത്തിൽ പ്രായം പുറകോട്ടാണ്. അധികം പുറകോട്ടുണ്ട്. കുഴിയാ, ആ കുഴിയിട്ട് മൂടേണ്ടി വരും. എന്താ പറഞ്ഞ? ഏജ് ജസ്റ്റ് എ നമ്പർ. മനസ്സിലായില്ല?
അതായത് വെറും അക്കമാണ് ഒരു പ്രായം എന്ന് പറഞ്ഞാൽ. പക്ഷെ കാലൻ അങ്ങനെയല്ല, അക്കൊന്നുമില്ല, ആരെ വന്നാലും എടുത്തോണ്ടൊക്കെ പൊക്കിയാണ്. എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നേ. എന്റെ അടുത്ത് പറ എനിക്കിതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ 8ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് വന്നതേ ഈ ചൊറി പിടിച്ച കരപ്പനോ? അവള് എന്റെ പ്രണയം. അപ്പൊ എന്റെ അമ്മയുടെ വീടിന്റെ അടുത്താണല്ലോ അവിടെ അമ്മയുടെ വീട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കി ഞങ്ങൾ ഹൃദയം കൈമാറി. ഓഹോ. പിന്നെ ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു, പ്രണയമായി. 10ാം ക്ലാസ് പിരിയാൻ നേരത്തെ ഓട്ടോഗ്രാഫിൽ അവൾ എഴുതി തന്നെ എന്തോന്നറിയാമോ? എന്താ? പഴം തൊരിക്കണം, പൊട്ടുകൂട്ടി കഴിക്കണം, ഞെവടി തിന്നണം, തിന്നുമ്പോഴെന്നെ ഓർക്കണം. സത്യം പറയാലോ, ഇപ്പോഴും പുട്ടുംപഴം കാണുമ്പോൾ ഞാൻ അവളെ ഓർക്കും. ഇങ്ങനൊരു പഴം, ഇങ്ങനെ ഒരു ലൈഫ് ആയി പോയല്ലോ. എനിക്ക് അവളെ കല്യാണം കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? സാഹചര്യം അതിന് സമ്മതിച്ചില്ല. പക്ഷെ അവര് കല്യാണത്തിന് തലേന്ന് അവൾ എനിക്ക് കത്തയച്ചത് എന്താണെന്നറിയാമോ? എന്റെ കുരുവിള അച്ചായ, എന്നെങ്കിലും ഒരു കാലത്ത് സാഹചര്യം ഒത്താൽ അച്ചായന്റെ കൂടെ വരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കെട്ടണം, ഇല്ലെങ്കിൽ ഞാൻ വരും കൂടെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ. അല്ല, അവക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൊന്നു കളയണം. എന്തിനാ അവനൊക്കെ ഭൂമിയിൽ ഭാരമായിട്ട്? അവനെ കൊന്നു കളഞ്ഞിട്ട് അവളെ കൊണ്ടുപോകാൻ നിങ്ങളല്ലേ സന്തോഷമായിട്ട്. ഒരു പെണ്ണിന് വേണ്ടി ഒരാളെ കൊല്ലുവാന്നൊക്കെ പറഞ്ഞ ഒരു തെറ്റുമില്ല. നമുക്ക് ലക്ഷ്യമല്ല, മാർഗം കളിയാണ് പ്രധാനം. മാർഗം. എന്തിനാ സങ്കടപ്പെടുന്ന? എന്തിനാ ഭാസ്കര? ഓ, എന്റെ കണ്ണ് നിറഞ്ഞു പോയടാ. കണ്ണി വെച്ച് കുത്തി തന്ന അവന്റെ സ്നേഹം കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഞാൻ അവളെ കണ്ടടാ ഇവിടെ വെച്ച്. എവിടെ വെച്ചാ കണ്ടേ? ഈ 12ാം നമ്പർ ക്വാർട്ടേഴ്സിലുണ്ട് അവള്, ശശികല എന്റെ. എത്രാം നമ്പര്? 12ാം നമ്പർ ക്വാർട്ടേഴ്സിൽ അവളുണ്ട്, ശശികല എന്റെ. നമുക്ക് അവളെ അടിച്ചോണ്ട് പോ. ആ നിൽക്കുന്ന ആരെന്നറിയാവോ? ആരാ? അവളുടെ ഭർത്താവാ. എന്ന് കേറിക്കൊടു. എനിക്ക് അവളെ വേണം, ശശികല വേണം. അവന്റെ കൈ കണ്ട നിന്റെ മുഖം പോലും കാണാൻ പറ്റൂല. അവനല്ലേ പറഞ്ഞത് എന്ത് ത്യാഗം സഹിച്ചും പ്രേമിച്ച പെണ്ണിനെ കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞു. ഇന്നും പറഞ്ഞു അതാ ഒരു ഇതിനു വേണ്ടി പറഞ്ഞല്ലേ. അവനല്ലേ പറഞ്ഞു അവനെ കൊന്നിട്ട് അതിനും കൂടെ നമ്മളെ പ്രായമെങ്കിലും നോക്കണ്ടേ? അവനോട് ആത്മഹത്യ ചെയ്തിട്ട് അവളെ എനിക്ക് തരാമെന്നു. അവനല്ലേ പറഞ്ഞ കൊല്ലാമെന്ന് വേണമെങ്കിൽ. അതെന്താണെന്ന് അറിയാവോ? അതൊരു ഇതിന് വേണ്ടി പറഞ്ഞപ്പം പറഞ്ഞില്ല നമ്മൾ അങ്ങനെയൊന്നും ചെയ്തൂടാ. എനിക്ക് അവളെ വേണം, ഇല്ലെങ്കിൽ ഞാൻ അവനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരോട് പറയട്ടെ? പറയണ്ട. ശശിയുടെ എന്റെ പെണ്ണെന്ന് പറയട്ടെ? പറയും ഞാൻ പറയും. കൈമളെ എന്തോ? ഓ വെറുതെ എന്തിനാ അവിടെ നിന്ന് കിടക്കുന്നത്? ഇങ്ങോട്ട് പോ, നമുക്ക് എക്സസൈസ് ചെയ്യാം. കാര്യം എനിക്ക് അധികം ഇങ്ങനെ ശരീരം അനക്കിക്കൂടാ. കാര്യം ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട്, ഭയങ്കര ഡേഞ്ചർ അതിന്റെ കാര്യം. പിന്നെ പേടിച്ചാ തീർന്നില്ല എന്റെ ജീവിതം. ഐഡിയ. ഇരുചെവി അറിയാതെ വിരലടയാളമോ പോലീസ് പട്ടി മണം പിടിക്കാത്ത രീതിയിൽ തീർത്തേക്കട്ടെ. എങ്ങനെ? കണ്ടോ? നമ്മളെ അടുത്തതിന് പിടിക്കില്ല. എന്ത് അങ്ങനെയല്ല, അതിങ്ങനെ അതിങ്ങനെയാണോ? നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. പിള്ളേരൊക്കെ വീട്ടോട് നീ വീട്ടിൽ പോകാൻ വേണ്ടടാ. തറയെ കിടന്ന് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാമോ? തറയെ കിടന്നാ ചെയ്യുന്ന എന്താ സംഭവം? തറയെ കിടന്ന് ഒരു കമ്പ് വെച്ചൊരു പരിപാടി. അയ്യോ, അങ്ങനെയല്ല, അതങ്ങനെയല്ല. അത് ഇങ്ങനെയല്ലേ? അത് ശരിക്കും അതിങ്ങനെയാ ചെയ്യുന്നത്. അതിങ്ങനെ ചെയ്യുന്നത്, അതിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ നമ്മക്കേ ആ ഫ്ലാറ്റിൽ നിന്നൊന്നും അങ്ങ് മാറിയാലോ? അയ്യോ, അത് പറ്റൂല കേട്ടോ. ഭാര്യക്ക് അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ല നമ്മളെ മാവോയിസ്റ്റുകളുടെ ഒക്കെ ഒരു ശല്യം. എവിടെ? അവിടെ അങ്ങനെ വരാൻ വഴിയില്ല. മാറുന്നല്ലേ നല്ലത്. എന്ത് കാര്യത്തിന്? എങ്കത് ഇഷ്ടപ്പെട്ടു നല്ലത്. എന്തോ കാര്യത്തിനാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം. എവിടെ കൊണ്ടുപോകണം? ചിറ്റപ്പന്റെ വീട്ടിൽ തറക്കല്ലിൽ. ഇവിടുന്ന് ചോദിച്ചോണ്ട് പോകും. എന്തോ കാര്യത്തിനാന്ന് പറയുന്നത്. എന്താ എന്താ എന്ത് പറ്റുന്നു? ആളുടെ ചാവാൻ നേരത്തെങ്കിലും കറക്റ്റ് ആയിട്ട് പറ. ഇതൊക്കെ എന്തിനാ നിങ്ങൾ എടുത്തോണ്ട്? ശരീരം ഒന്നിങ്ങോട്ട് പറ്റിപ്പോയതാ. എന്തോ ഞാൻ ചത്താലും നീ നിന്റെ ഭാര്യയെ പൊന്നു പോലെ നോക്കണേടാ. പിന്നെ നീ ചത്താലും എന്റെ ഭാര്യ ഞാൻ പൊന്നു പോലെ നോക്കണ്ടേ? അവള് വഴക്കുണ്ടാക്കിയാലേ അവളെ ഉപദ്രവിക്കല്ലേടാ. അവള് വഴക്കുണ്ടാക്കി അവളെ ഞാൻ കവളിൽ പിച്ചു പോയേക്കരുത്. അതല്ലെന്ന്
ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത് കൈമള. എന്താ നിങ്ങളുടെ ഭാര്യയുമായിട്ട് കുട്ടിക്കാലത്ത് അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശശികല എനിക്ക് തരണം പ്ലീസ്. അത് ആര് പറഞ്ഞു ശശികലയാണ് എന്റെ ഭാര്യ എന്ന്? അല്ല, ശശികല എനിക്ക് സുലോചനയല്ലേ എന്റെ ഭാര്യ. ശശികല ചേച്ചിയാണ്. അവരാണ് 6 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചിട്ട് വീട്ടിൽ നമ്മളെ കൂടെയല്ലേ നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അങ്ങനെയാണെങ്കിൽ അവന് കെട്ടിച്ചോട്. ഇത് നേരത്തെ അങ്ങ് ചോദിച്ചാ പോലെ കെട്ടിച്ചേരാവോ? പിന്നെ കെട്ടിച്ചേരൂല. എന്നോട് നേരത്തെ ചോദിച്ചാ പോരെ, ഞാൻ അതൊക്കെ സമ്മതിക്കൂലേ. ഞാനും നല്ലൊരു ബസ്സിൽ തപ്പി ഇരിക്കുകയല്ലേ. അതെ അതെ, അതാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടടാ. മനസാക്ഷി ഉണ്ടെന്നല്ല. 6 കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചപ്പോഴേ 7 കോടിയുടെ കടം ഉണ്ടാക്കി വെച്ചിട്ടാ മരിച്ചത്. ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ അതോടെ തീർത്തോണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത ബാധ്യത എടുത്ത് വെക്കുന്ന ഒരുത്തനും കൂടെ കെട്ടിയ അത്രയായി. ഭാസ്കര, ആ കല്ലെടുത്ത് എന്റെ തലയിലിട്ടങ്ങ് കൊല്ലടാ. ശംഭുചേട്ടൻ എന്ന് വേറെ ഒരു ഗെറ്റപ്പ് പിടിച്ചല്ലോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് എന്നല്ലേ. എന്തായാലും നല്ല ട്വിസ്റ്റുകളുടെ മേൽ ട്വിസ്റ്റുകളുള്ള നല്ലൊരു സ്കിറ്റ്, നല്ലൊരു കൈഡി കൊടുക്കാം. നമുക്കിനി ബിജുകുടൻ ചേട്ടൻ്റെ അടുത്ത് ആദ്യം ചോദിക്കാം. ചേട്ടാ, ശ്രീജു, ശംഭു, അജേഷേ, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല തമാശയൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ട് 3 പേരും ഗെറ്റപ്പ് നല്ല ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാർദ്ധക്യം വന്ന സംസാരവും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നല്ല പടക്കം പൊട്ടണ പോലത്തെ ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അത്യാവശ്യം തമാശകളുണ്ടായിരുന്നു. ഈ കോണ്ടന്റ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സംഭവം ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് തന്നെ എന്തെങ്കിലും കാണിച്ചിട്ട് കോപ്രായം കാണിച്ചിട്ട് അതിൽ എന്തെങ്കിലും അടിക്കണ കൗണ്ടറല്ല. നല്ല സ്റ്റാൻഡേർഡ് കൗണ്ടറും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണല്ലോ ഇങ്ങനെ കൂടുകയുള്ളൂ. അതിൻ്റെ അകത്ത് ഉണ്ടാവും ചില ആൾക്കാർ വിവരം കുറഞ്ഞതും വിവരം കൂടിയതൊക്കെ. ആ ഭീമാനം എന്നൊക്കെ പറഞ്ഞ സംഭവം നല്ല രസമുണ്ടായിരുന്നു. അവസാനം പറഞ്ഞ സാധനമല്ലോ, ഇതെങ്കിലും ഒന്ന് നേരെയാക്കി പറയാന്നുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ശംഭുവിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഒരു പുരുഷനായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും. പിന്നെ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള സംഭവം അത് ശംഭു വളരെ കറക്റ്റായിട്ട് വന്ന് അത് ഗംഭീരമായിട്ട് തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെ ഈ 2 പേരും കോമ്പോ കഴിഞ്ഞതിന് ശേഷം അജേഷ് വന്നപ്പോൾ സ്കിറ്റ് നല്ല രസമായിട്ട് നല്ല വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ ഒരു നിമിഷം എന്ന് പറയൂലേ ഭാസ്കര, ഒരു നിമിഷം എന്ന് പറയില്ലേ, അത് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങാട് പോയി നമ്മുടെ ചിന്ത. ഈ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം വന്നപ്പോൾ ഒരിക്കലും നമ്മൾ അവസാനം പറഞ്ഞ കമ്പിക്കഥ എന്ന് പറയൂലേ അതിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ക്ലൈമാക്സിൽ ഞാൻ കരുതിയത് ഇയാൾ അടിച്ചു കൊല്ലും എന്നുള്ള സംഭവത്തിനാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് വന്ന് അത് വൈഫിൻ്റെ ചേച്ചിയാണ് ഇത്ര കടം വരുത്തി വെച്ചിട്ടുണ്ട്. ആ ക്ലൈമാക്സ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. എൻ്റെ തലക്കടിച്ച് കൊല്ലടാന്നുള്ളത് നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു. തുടങ്ങി അവസാനം വരെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ടൈമിങ് അപാരമായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് കോമഡി ആയിരുന്നു. അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. ഷാജ് ചേട്ടാ, നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. അതിനകത്ത് എടുത്തു പറയേണ്ട കുറേ രസകരമായിട്ടുള്ള, ഞാൻ ഇടയ്ക്ക് ശ്രീജു മറന്നുപോയതാന്ന് വിചാരിച്ചേ, മറ്റേ കരളിനെ സമാധാനിപ്പിക്കുന്നില്ലേ ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സ്കിറ്റിലെന്തോ തെറ്റിപ്പോയിട്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ, അപ്പോൾ പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു. നോക്കിയപ്പോഴേ കരളിനോട് പറഞ്ഞു നോക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ശംഭു വന്നിട്ട് പറഞ്ഞു ഏജ് വെറും അക്കമാണെന്ന് പറഞ്ഞപ്പോഴേ കാലിന് അതൊന്നും അറിയില്ലെന്ന്. അക്കമാണെന്ന് അതൊക്കെ കുറേ നല്ല ഹ്യൂമറുണ്ട്, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാലും പറഞ്ഞു പോവുകയും അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല സ്കിറ്റുകളിലൊന്ന് തന്നെയായിരുന്നു. അസലായിരുന്നു. താങ്ക് യു ചേട്ടാ. നസീറിക്ക, രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബോറിംഗ് ഇല്ലാതെ നിങ്ങൾ 3 പേരും നല്ല ഫാസ്റ്റായിട്ട് നല്ല ആക്ടിങ്, നല്ല മൂമെൻറ്റ്സ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഭയങ്കര രസമായിട്ടാണ് നിങ്ങൾ 3 പേരും കൊണ്ടുപോയത്. അതിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു മികവ് തോന്നിയത് അജേഷിനെയാണിന്ന്. അജേഷ് നല്ല രസമുണ്ടായിരുന്നു. അജേഷിൻ്റെ അജേഷിൻ്റെ ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ ഈ വേദിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഡിഫറൻസ്, കുറച്ച് മാറ്റങ്ങളൊക്കെ ആ ക്യാരക്ടറിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡയലോഗ് പ്രസൻറ്റേഷനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ ശംഭു ഒരുപാട് നാളുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ച് കൊതിച്ചു വെച്ചിരുന്നതാണ് 3-4 മാസമായി ഒരു മെയിൽ വേഷം ചെയ്യണമെന്നുള്ളത്. ചില ഫീമെയിൽ വേഷങ്ങൾ അത് ചില ആൾക്കാർ ചെയ്തെങ്കിലേ അത് നിൽക്കുകയുള്ളൂ. അത് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. കാര്യം ചിലപ്പം നമ്മൾ ഈ ലേഡീസിനെ വെച്ച് ചെയ്തെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്കും ഫലിപ്പിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ക്യാരക്ടറുകൾ എടുത്ത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം ആക്ടിങ്ങിൽ. ലേഡീസായിട്ടോ ജെൻസായിട്ടോ വാർദ്ധക്യം ചെന്ന ആളായിട്ടോ ഏത് തരത്തിലേക്കും നമ്മൾ എത്തിപ്പെടാനായിട്ട് അപ്പോൾ നമുക്ക് അഭിനയത്തിൻ്റെ പല ഭാവങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നന്നായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് വർക്ക്, നല്ല ടൈമിങ്. കൂടുതൽ എന്താ ഇനി പറയേണ്ടത്? ശ്രീജു ആയിരിക്കുമല്ലോ സ്ക്രിപ്റ്റിൻ്റെ ഒരു
നിങ്ങൾ 3 പേരും കൂടിയാണോ? സ്ക്രിപ്റ്റ് ഞങ്ങൾ കണ്ടന്റ് നീ കൊണ്ടുവന്നായിരിക്കും. കാര്യം നിന്റെ സ്ക്രിപ്റ്റിൻ്റെ അകത്താണ് ചില നല്ല നോട്ടബിൾ സാധനങ്ങൾ അതിലുണ്ടാകും. അത് മൈന്യൂട്ടായിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും, പക്ഷെ അത് നല്ല സാധനമായിരിക്കും. ഇതേപോലത്തെ സംഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. 3 പ്രായമുള്ളവരൊന്ന് വായി നോക്കി നിൽക്കുന്നു, അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. നിങ്ങളിതെല്ലാം ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതൊന്നും ബ്രൈറ്റ് ചെയ്തിട്ടില്ല, ഒന്നും എടുത്തെടുത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ അജേഷ് വരുമ്പോഴുള്ള ആ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, 12ാമത്തെ വീട്ടിലൊരു പെണ്ണ് മറ്റേ എൻ്റെ പഴയ കാമുകി വന്നിട്ടുണ്ട്, അവളെ എനിക്ക് സ്വന്തമാക്കണം, ആ ഒരു കറക്കം എല്ലാം നല്ല രസമുണ്ട്. അവസാനത്തെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴും അത് കൊണ്ട് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നന്നായിരുന്നു. ഒത്തിരി പൊട്ടിച്ചിരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പൊട്ടിച്ചിരിക്കാനില്ല, പക്ഷെ ചിരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ചിരിക്കാനും ഉണ്ട്. ബോറിംഗ് ഇല്ല, നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. എങ്ങനെയാ സിറിക ഈ ഒരു സ്കിറ്റിന് നമുക്ക് എത്ര എമൗണ്ട് നൽകാം? ഞാൻ ഒട്ടും കുറയാതെ ഒരു 15,000 രൂപ കൊടുക്കാം. 15,000. ഷാവു ചേട്ടനോ? ഞാനൊരു 15,000. 15,000. അപ്പൊ 30,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ബിജുക്കുട്ടൻ ചേട്ടൻ ഇപ്പൊ റിവീൽ ചെയ്യും എത്രയാണോ ടോട്ടൽ എന്ന്. പിടിച്ചോ. 70,000. സൂപ്പർ. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. എന്തായാലും നല്ല ഗംഭീര സ്കിറ്റ് ആയിരുന്നു. അവർ പറഞ്ഞ പോലെ കൗണ്ടർ അല്ലേ, ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ്. നമുക്ക് അത് വേറൊരു കേസ് കൂടെ ഉണ്ട്. ഞങ്ങളിത് ഇങ്ങനെ ഒരു കണ്ടന്റ് മെനങ്ങാന്ന് പറഞ്ഞപ്പം വർക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞത് ഗ്രൂമേഴ്സാ. പിന്നെ നമുക്ക് ഇടയ്ക്ക് ബ്ലോക്ക് ആയിപ്പോയി. ശമ്പളം പറഞ്ഞു ഞാൻ സാരിയും ബ്ലൗസ് ഇടാം. നിവർത്തിയില്ല. പക്ഷെ അത് പക്ക വായ്നോട്ടമായി മാറും. അല്ല, ഇടയ്ക്ക് നിന്നു പോയപ്പോ ഞാൻ വിചാരിച്ചിട്ടാ സാരിയും കൊടുത്തല്ലോ. അപ്പം പറഞ്ഞു വേണ്ട. അല്ല, അത് മാത്രമല്ല, ശംഭുവിന്റെ ഫീമെയില് കയറി വരുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. കുറെ നാളായിട്ട് ശംഭുവിനെ അങ്ങനെയല്ല കാണുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു വാർദ്ധക്യ പുരാണം പോലെ 3 പേരും ആ ഒരു റിട്ടയർമെന്റ് ഹ്യൂമർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന അവരതിൽ നാടകമാണ് സെലക്ട് ചെയ്തത്. അതെ അതെ നന്നായിരുന്നു. അടിപൊളി. നല്ലൊരു കൈഡി കൊടുക്കാം നമ്മുടെ ചേട്ടന്മാർക്ക്. അപ്പൊ താങ്ക് യു സോ മച്ച് ഷാം ചേട്ടാ. ഇനിയിപ്പോ ഏത് രൂപത്തിലും ഭാവത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് അടങ്കൽ എടുത്തതായിരുന്നു ഇങ്ങനെ 3 മാസത്തേക്ക്. ഒറ്റ കയ്യിൽ നമ്മള് മറ്റേ എടുക്കും. സാമ്പത്തികം കുറയുമ്പോ കയറി ഒരു പിടുത്തം പിടിക്കും. ശരി, അപ്പൊ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഒരു ഡബിൾ ധമാക്ക എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാരും ഒരുപാട് ചിരിച്ചു അല്ലേ? കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓഡിയൻസ് നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? നിങ്ങളെല്ലാവരും ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.